നമസ്കാരം, ഞാൻ ഡോക്ടർ മാത്യു ഡൊമിനിക്, കൺസൾട്ടൻറ്റ് ENT സർജൻ, കൊച്ചി. ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഉമിനീർ ഗ്രന്ഥികളിൽ ഉണ്ടാകുന്ന ട്യൂമറുകളെ പറ്റിയാണ്. നേരത്തെ പറഞ്ഞ പോലെ 3 സെറ്റ് ഓഫ് ഉമിനീർ ഗ്രന്ഥികളുണ്ട്, 3 ജോഡി ഉമിനീർ ഗ്രന്ഥികളുണ്ട്. പരോട്ടിഡ്, സബ് മാൻഡിബുലർ, സബ് ലിംഗ്വൽ. ഇതിലാണ് കൂടുതലായിട്ടും ട്യൂമറുകൾ കാണുന്നത്. ഏറ്റവും കൂടുതൽ ട്യൂമർ കാണുന്നത് പരോട്ടിഡ് എന്ന് പറഞ്ഞ ചെവിയുടെ മുമ്പിലായിട്ടുണ്ടാകുന്ന ഉമിനീർ ഗ്രന്ഥികളാണ്. ഈ ഉമിനീർ ഗ്രന്ഥികളുടെ സൈസ് കുറയുന്നതോറും ട്യൂമറുകളുടെ നമ്പറും കുറയാറുണ്ട്. ഏറ്റവും കൂടുതൽ ട്യൂമറുകൾ വരുന്നത്, മുഴകൾ വരുന്നത് പരോട്ടിഡ് ഗ്രന്ഥിയിലാണ്. പക്ഷേ പരോട്ടിഡ് ഗ്രന്ഥിയിൽ വരുന്നത് 90% ക്യാൻസർ അല്ല. ചെറിയ ചെറിയ ഗ്രന്ഥികളിലോട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ ഗ്രന്ഥികളിലോട്ട്, ഉമിനീരിന്റെ ഗ്രന്ഥികളിലോട്ട് വരുമ്പോഴും ട്യൂമറിന്റെ തോത് കുറയുകയും മാലിഗ്നന്റ് അല്ലെങ്കിൽ ക്യാൻസർ ഉള്ള ട്യൂമറുകൾ വരാനുള്ള സാധ്യത കൂടുതലുമാണ്. പരോട്ടിഡ് വരുന്ന ഏറ്റവും കൂടുതൽ കാണുന്നത് പ്ലിയോമോർഫിക് അഡിനോമ എന്ന് പറഞ്ഞ ഒരു ട്യൂമറാണ്. പിന്നീട് വാർത്തിൻസ് പറഞ്ഞ ഒരു ട്യൂമറും വരും. ഇതിനുള്ള ചികിത്സാ രീതി ഓപ്പറേഷൻ മാത്രമാണ്. പലരും ഈ ഓപ്പറേഷനെ പറ്റി പേടിക്കാറുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഈ ട്യൂമറിന്റെ അടിയിൽ കൂടിയാണ് മുഖം സപ്ലൈ ചെയ്യുന്ന ഫേഷ്യൽ നെർവ് എന്ന് പറഞ്ഞ ഞരമ്പ് പോകുന്നത്. ആ ഞരമ്പിന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ മുഖം കൂടിപ്പോകാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ വളരെ കെയർഫുൾ ആയിട്ട് ENT ഡോക്ടർമാരും മിക്കവാറും മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഫേഷ്യൽ നെർവ് ഉണ്ടാകുന്ന ക്ഷതങ്ങൾ വളരെ കുറച്ചാണ് ഉണ്ടാകുന്നത്. മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് ഓപ്പറേറ്റ് ചെയ്യുന്നതുകൊണ്ട് അതിലുണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇത് ബിനൈനായിട്ട് ക്യാൻസർ ഇല്ലാത്ത ഒരു ട്യൂമർ ആയതുകൊണ്ട് ഇത് ഒരു പ്രാവശ്യം എടുത്തു കളയാനും പിന്നീട് അത് വരാനോ അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകാനോ ഉള്ള സാധ്യത കുറവാണ്. ഉമിനീരിന്റെ ഗ്രന്ഥികളിൽ വരുന്ന ട്യൂമറുകളിൽ വളരെ കുറച്ചൊരു ശതമാനം മാത്രം ക്യാൻസറാണ്. ഈ ക്യാൻസറായിട്ടുള്ള ട്യൂമറുകൾ വരികയാണെങ്കിലും അത് ഓപ്പറേഷൻ ചെയ്ത് അതിനുശേഷം കീമോതെറാപ്പിയും റേഡിയോതെറാപ്പിയും ചെയ്ത് ഭേദമാക്കാൻ പറ്റുന്നതാണ്. നമസ്കാരം.